ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു മോഹം, ഒരു ഓഫ് റോഡിങ്ങിന് പോകാമെന്ന്. നമ്മുടെ ഈ റെസിഡൻസ് ഏരിയയുടെ അടുത്ത് തന്നെ ഒരു ഹാഫ് ഡെസേർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. സമയം ഇപ്പോൾ ഒരു 11:30 ആയി കാണും കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞലി, ഇതുവരെ എല്ലാം അടിപൊളിയായിരുന്നു ഗൈസ്. ഇനിയാണ് പണി കിട്ടാൻ പോകുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ സ്പീഡിന് വന്ന് കയറിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടെ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയി. അങ്ങനെയാണ് അവിടെ പണിയിട്ട് സ്റ്റക്കായത്. ഇനി അങ്ങോട്ട് കോമഡിയാണ് ഗൈസ്. വണ്ടിനെ മണ്ണിൽ മുങ്ങിയിട്ടുണ്ട്. നമ്മളിന്ന് എന്ത് ചെയ്യും? നമ്മുടെ റോപ്പില്ല. ഇതായിരുന്നു ഗൈസ് അവസ്ഥ. ബാക്ക് ടയർ ഫുള്ള് മണ്ണിൻ്റെ താഴെ പോയി. പിന്നെ ഒരു സൈഡ് ചരിഞ്ഞ വണ്ടി കിടന്നു കേട്ടോ, ഒരു ടോയ് കാർ കിടക്കുന്ന പോലെ. ഞങ്ങളുടെ വേറെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഓൺ ദ വേ ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ട്രൈ ഒക്കെ ചെയ്തു. ടയറിൻ്റെ എയറൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ട്രൈ ചെയ്തിട്ടും വണ്ടി ഒരു രീതിക്ക് മൂവ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ആരുടെ ഫുട് പ്രിൻ്റ് ആയിരിക്കും? അവർ 3 ആൾ നന്നായിട്ട് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് വണ്ടി മൂവ് ചെയ്തില്ല. ഇതല്ലേ ഒരു അഡ്വഞ്ചർ. ഭയങ്കര അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട്. ഇപ്പം ടൈം 12:40 ആണ് ഇവിടെ. ഞങ്ങൾ സ്റ്റക്കായതാണെങ്കിലും മിഡ് നൈറ്റ് ഇങ്ങനെ മൂണൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് ഇവിടെ. എന്താ അവസ്ഥ? അപ്പോഴത്തേക്ക് റിൻഷി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഈ എൽസി നമ്മുടെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആണ്, സിറിച്ചേൻ്റെയും തനുവിൻ്റെയും. അവർ രണ്ടുപേരും നാട്ടിലാട്ടോ ഇപ്പോൾ. റിൻഷേട്ടൻ വന്നപ്പോൾ പിന്നെ ബെഞ്ചേണ്ണും ശരൺചേട്ടനും അവർ 3 പേരുമായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവ് പോയായിരുന്നു. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വണ്ടി ഉണ്ടോ നോക്കാനായിട്ട്. എന്നിട്ട് അവർ തിരിച്ചു വന്നു. അപ്പം നമ്മളും പിന്നെ എൽസി കയറി കുറച്ചൊന്ന് കറങ്ങിയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എൽസിയിൽ പോകാനായിട്ട് ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു. നമ്മൾ പിന്നെ കുറച്ചൊക്കെ കറങ്ങിയിട്ട് ആ സമയം കൊണ്ട് റിൻഷി ചേട്ടൻ കണ്ടുപിടിച്ചതായിരുന്നു ഈ SOS ഓഫ് റോഡ് റെസ്ക്യൂ ടീമിനെ. ഈ ടീം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ബിക്കോസ് അവർ ഓവറോൾ ദുബായ് ഇങ്ങനെ പെട്ടു പോകുന്നവരെയൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരുടെ ഒരു സർവീസായിട്ട് അവരത് ചെയ്യുന്നത്. അവർ റീച്ച് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, SOS ഓഫ് റോഡ് റെസ്ക്യൂ ടീം. ആ ഗ്രൂപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കാം. എന്നിട്ട് ലൊക്കേഷന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തപ്പോൾ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിയുടെ എൻട്രി തന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. പുള്ളിയുടെ പേര് റഫീഖ് എന്നാണ്. പുള്ളി അടിപൊളിയായിരുന്നു കേട്ടോ. കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. Yeah, that should be fine. That's it. Please stay there, all of you guys. Okay. All right. This is a volunteering work that we do. Okay. And we discourage anyone paying for anyone. Good night.
സോ ഇതുപോലെയൊക്കെ ആരെങ്കിലും ഡെസേർട്ടിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് നീഡ് ടു വറി. യു ക്യാൻ ഈസിലി റീച്ച് ഔട്ട് ടു SOS ഓഫ് റോഡ് റെസ്ക്യൂ ടീം. ദേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. പുള്ളി ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്തിറങ്ങാനായിട്ട് പുള്ളി ഗൈഡ് ചെയ്യണമെങ്കിൽ ഗൈഡ് ചെയ്യാമെന്ന്. ബട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ പൊക്കോളാമെന്ന്. സോ ഹി വെൻറ്റ്. അയ്യോ ബ്രേക്കൗട്ടില്ലേ റിൻഷേദ്. അപ്പോൾ പുള്ളി കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ വീണ്ടും ഡെസേർട്ടിനുള്ളിൽ കൂടി കുറച്ചൊക്കെ കറങ്ങി. അപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ അഡ്വഞ്ചറസ് ട്രിപ്പ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.